ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊവിൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിഫ്റ്റി എന്നാണ് 240 മുകളിൽ കൃത്യമായിട്ട് ബുള്ളിഷ് റെഫറൻസ് വന്നു. ആ ബുള്ളിഷ് റെഫറൻസ് ഇതിപ്പോ എന്റെ ഇന്നലത്തെ ലെവൽസ് ഒക്കെ സേവ് ചെയ്തതൊക്കെ മാറിപ്പോയായിരുന്നു. ഞാൻ പറഞ്ഞ പ്രകാരമുള്ള ഇന്നലത്തെ പി ഒ സിയുടെ മുകളിൽ ബുള്ളിഷ് റെഫറൻസ് മാർക്കറ്റിലേക്ക് വന്ന് അത് ആക്ട് ചെയ്ത് നമ്മൾ ടാർഗറ്റ് കിട്ടിയ ദിവസമായിരുന്നു കഴിഞ്ഞു പോയത്. സോ ഞാൻ ഈ ലെവൽസും ഈ ലൈൻസ് ഒക്കെ ഞാൻ ഒന്ന് മാറ്റിയിട്ട് പുതിയതായിട്ട് രീതിയിൽ ഞാനൊന്ന് സെറ്റ് ചെയ്യാന്ന് വെച്ചു. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിന്റെ തീം ഒന്ന് ഈ ലൈറ്റ് തീമിലേക്ക് മാറിക്കൊണ്ട് ഒരു സെറ്റിങ്സ് ഒക്കെ ചെയ്യാന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞാൻ വെച്ചോടുന്നത്. സോ അതെല്ലാം ഞാൻ കളഞ്ഞിട്ട് നമ്മൾ ആ തീം എല്ലാം മാറ്റി പുതുതായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് പുതിയ രീതിയിൽ വരച്ച് ഇന്ന് തീം എല്ലാം പറഞ്ഞു സാറേ കാണാൻ പറ്റുന്നില്ല, കുറച്ച് ലൈൻ ക്ലാരിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു തീം വൈറ്റ് തീമിൽ ലൈറ്റ് തീമിൽ സാധനം വർക്ക് ചെയ്ത് കാണാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ റെഫറൻസ് പ്രകാരമുള്ള എല്ലാ ലെവലും തട്ടി ബുള്ളിഷ് റെഫറൻസ് കട്ട് ചെയ്ത് നിഫ്റ്റി മുകളിലോട്ട് പോയ ദിവസം കൂടെ ആയിരുന്നു കൃത്യമായിട്ട് ഇന്ന് കടന്നു പോയത്. സോ നിഫ്റ്റി നമുക്ക് ഞാൻ നിൽക്കുന്നത് നമുക്ക് ഓക്കെ അറിയാം, 25,217 ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ നിഫ്റ്റിയുടെ പി ഒ സി നിങ്ങൾ നോക്കിയാൽ നമുക്ക് പി ഒ സി നോക്കാം. നിഫ്റ്റിയുടെ ആദ്യം നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ പി ഒ സി വഴിയാണ്. സോ നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറയുന്നത് കൃത്യമായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു സ്പ്ലിറ്റ് നമ്മളെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. എന്താണ് നിഫ്റ്റി ഒരു പി ഒ സി ഇന്ന് വന്നേക്കുന്നത് 25,260 ഭാഗത്താണ് നിഫ്റ്റിയുടെ പി ഒ സി വന്നേക്കുന്നത്. നിഫ്റ്റിയുടെ പി ഒ സി വന്നേക്കുന്നത് 25,200 ഭാഗത്ത് 199.1, അതായത് കൃത്യം പറഞ്ഞാൽ 25,200 ഭാഗത്താണ് നിഫ്റ്റി. ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ അപ് ഡേ ആണ്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് തലേദിവസം പി ഒ സിയുടെ ഭാഗത്ത് തൊട്ട് മുകളിൽ ഓപ്പൺ ചെയ്ത് വാല്യൂവിന്റെ ഹൈറ്റ് മുകളിൽ ഓപ്പൺ ചെയ്ത് അവിടുന്ന് സ്ട്രേറ്റ് കയറി പോയിട്ട് മാർക്കറ്റ് ആയിരുന്നു. 25,199 നമ്മുടെ നിഫ്റ്റിയുടെ പി ഒ സി. ഇപ്പൊ ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25,125,199, അതായത് പി ഒ സിയുടെ കളർ ഞാൻ ഒന്ന് മാറ്റി. പി ഒ സിയുടെ കളർ എന്താണ്? പി ഒ സിയുടെ കളർ നമുക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് നമ്മൾ കൃത്യമായ രീതിയിലേക്ക് മാർക്കറ്റ് കയറിപ്പോ ഒരു ദിവസം കൂടെ എന്ന് കൃത്യമായി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിഫ്റ്റി എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ് ഡേ ആണ്. നിഫ്റ്റിയുടെ പി ഒ സി വന്നേക്കുന്നത് 25,199.1 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നിഫ്റ്റിയുടെ പി ഒ സി ഒന്ന് മാറ്റി 25,200 ഭാഗത്തേക്ക് വെക്കാം. 25,200 ആണ് പി ഒ സി. പി ഒ സിയുടെ കളർ ഞാൻ ഒന്ന് കൊടുക്കുകയാണ്. 25,200 ആണ് നമ്മുടെ പി ഒ സി. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ എഴുതി പി ഒ സി 25,200. അലൈൻമെന്റ് ഞാൻ ഒന്ന് മാറ്റി 25,200 ഭാഗത്തേക്ക് കൊടുത്തു. സോ പി ഒ സി ആ ഭാഗത്ത് വന്നു. നമ്മുടെ മാർക്കറ്റ് ഏകദേശം അവിടെ തന്നെയാണ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി അവിടെ തന്നെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ നോക്കുമ്പോൾ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നല്ല സീല് വന്ന 25,200, അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച സി പീരീഡിൽ വന്ന ഒരു പുൾ ബാക്കിന്റെ ഹൈ 25,265 മുകളിൽ മാത്രമേ ഒരു ബൈ എടുക്കൂ. അപ്പൊ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,265 ആണ്. അത് നീല കളർ തന്നെയാണ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 25,265 ഭാഗത്താണ് നിൽക്കുക. 25,265 ആണ് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നോക്കേണ്ടത് ഇനി നമുക്ക് 25,265 മുകളിൽ നിഫ്റ്റി നിന്നാൽ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് 25,325 എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേയുടെ ഹൈ ആയ 25,325 ഭാഗത്തേക്ക് പോകും. 25,325 ആണ് R1 എന്ന് പറയുമ്പോൾ 25,325 ഭാഗത്തേക്ക് പോകും. 25,325 ഭാഗത്തേക്ക് പോകാനും അതിനുശേഷം R2 എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ തേഴ്സ്ഡേ വ്യാഴാഴ്ചത്തെ പി ഒ സി ആയ 25,403 ഭാഗത്തേക്ക് പോകാം. 25,403 ഭാഗത്തേക്കും പോകാം. 25,403 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ. അപ്പൊ R2 എന്ന് പറയുന്നത് 25,403. അപ്പൊ 25,265 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 25,325, 25,403 ഭാഗത്തേക്കും വ്യക്തമായിട്ട് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതാണ് നമുക്ക് മുകളിലുള്ള ലെവൽ. ഇനി ഡൗൺ സൈഡ് റെഫർ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് റെഫറൻസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് 25,277 താഴെ, സ്പോട്ട് 25,077 താഴെ നിൽക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് എടുക്കാം. 25,077 താഴെ നിൽക്കുമ്പോൾ നമുക്ക് നിഫ്റ്റി ഒരു സെല്ലിംഗ് എടുക്കാം. 25,077 താഴെ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ അതിന് താഴെ നിൽക്കുന്ന ഒരു ബെയറിഷ് റെഫറൻസ് നമുക്ക് ആക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് താഴേക്ക് പോകാൻ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 25,070. ഇന്നലെ എച്ച് പി വന്ന 25,000 ഭാഗത്തേക്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,000 ഭാഗത്തേക്ക് S1 എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ
25,000 ഭാഗത്തേക്ക് വരാനും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 25,000 S1 എന്ന് പറയുമ്പോൾ 25,000 എക്സാക്ട് ആ 25,000 ഭാഗത്ത് ഭയങ്കര ഒരു സപ്പോർട്ട് ഇന്നലെ ആക്ട് ചെയ്തായിരുന്നു. 25,000 ഭാഗത്ത് വരാനും 25,000 പൊട്ടുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ഒരു POC അതായത് 23rd ജൂണിന്റെ POC ആയ 24,964 ഭാഗത്തേക്ക് വരാൻ 24,964 ഭാഗത്തേക്ക് വരാം 24,964 എന്ന് പറഞ്ഞ നമ്മൾ എന്താണ് സെക്കൻഡ് S2 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണ് S2 കഴിഞ്ഞിട്ട് 23 ജൂണിന്റെ POC ആയ ആ ഒരു S2 ഈ ഒരു POC കാരണം 23 ജൂണിന്റെ മൺഡേയിലെ POC ആയ 24,964 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള എൻ്റെ ലെവൽസ്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആണ്. ഇത് ഞാൻ ആട്ടോ സേവ് കൊടുത്തേക്കാം. ആട്ടോ സേവ് ആണ്, ഓട്ടോമാറ്റിക് സേവ് ആയിക്കോളും. ഇനി ബാങ്ക് നിഫ്റ്റി ലെവൽസ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിലെ തീം പ്രകാരം നിങ്ങൾ നോക്കിയാൽ ഈ ഇതൊന്നും നമുക്ക് ആക്റ്റീവ് അല്ല. അപ്പൊ ഞാൻ ഒന്നേന്ന് എല്ലാ ലെവൽസും ഒന്ന് മാർക്ക് ചെയ്യാം. അതൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റി എടുക്കാം. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്യുവർലി ഒരു ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. പക്ഷെ അത് വേരിയേഷൻ നോർമൽ വേരിയേഷൻ ഡേ ആണ്. അത് കുറച്ച് ഈ ഒരു DEF എന്നൊക്കെ പറഞ്ഞ ഈ ഒരു പീരീഡിലൊക്കെ മാർക്കറ്റ് നിന്നെങ്കിൽ കൂടി ആശാൻ അങ്ങനെ ഒന്നും കയറ്റവും നടന്നിട്ടില്ല. പ്യുവർലി ഒരു നോർമൽ ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 56,695 ഭാഗത്തേക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആശാൻ ഓപ്പൺ ചെയ്ത് വന്നിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ 56,690 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് 254 പോയിന്റ് അപ്പാറ്റാ ക്ലോസ് ചെയ്യുന്നത്. POC വന്നിരിക്കുന്ന 57,044 ഭാഗത്ത് ബാങ്ക് നിഫ്റ്റിയുടെ POC 57,044 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ 57,044 ബാങ്ക് നിഫ്റ്റിയുടെ POC. അതൊന്ന് ഞാനൊന്ന് മാർക്ക് ചെയ്യും. 57,044 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ബൈയിങ് ഇനി കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി ആക്റ്റീവ് ചെയ്യുമെങ്കിൽ 57,110 എന്ന് പറഞ്ഞാൽ 10 ജൂലൈയുടെ POCക്ക് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് 10 ജൂലൈയുടെ POC ആയ 57,110 മുകളിൽ മാത്രമേ ഇനി ഒരു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് നിൽച്ചാൽ സ്പോട്ടിൽ 57,110 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈ എടുക്കാം. അതായിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതൊന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 57,110 ആണ്. അതിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി അസൈൻ മാത്രം ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ ഒരു ഹൈ അതായത് 57,320 ഭാഗത്തേക്ക് 300 ആണ്. 57,300 ഭാഗത്തേക്ക് പോകാൻ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ R1 എന്ന് പറയുമ്പോൾ 57,300 57,300 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന ലെവൽ എന്ന് പറയുമ്പോൾ പഴയ ഒരു ലെവൽ നമ്മൾ എത്തും. അതായത് ഇങ്ങോട്ടാണ് 57,484 പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ ആണ്. സോ 57,484 ഭാഗത്തേക്ക് R2 എന്ന് പറയുമ്പോൾ 57,484 ഭാഗത്തേക്ക് 57,484 ഭാഗത്തേക്കും വരാൻ ചാൻസ്. അപ്പോൾ R1 R2 ആയി. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്ക് ഇറങ്ങി വന്നാൽ അവൻ എങ്ങോട്ട് പോകും. താഴേക്ക് ഇറങ്ങി വരണമെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം. ബാങ്ക് നിഫ്റ്റിന് ഫ്രഷ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 56,850 താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ഉള്ളൂ. 56,850 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എൻ്റെ ബെയറിഷ് റെഫറൻസ് പറഞ്ഞ 56,850 ആണ്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ 56,850 താഴെ സെല്ലിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,670 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POC 56,671 ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് വരാം. 56,671 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നലത്തെ POC 56,671 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. S1 എന്ന് പറഞ്ഞാൽ അതായിരിക്കും. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്ന പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് 56 ഇത് ഈ ഒരു വാല്യൂ ഏരിയ ഇതാണ് 56,418 എന്ന് പറഞ്ഞാൽ 24th ജൂണിന്റെ വാല്യൂ ഏരിയ 56,418 എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരാം. 56,418 56,418 എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കും വരാം. S2 എന്ന് പറഞ്ഞാൽ ആ ലെവലായിരിക്കും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ
ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് ഒടുങ്ങി ജീവിതം അവസാനിക്കാനുള്ള ശ്രമമാണ് ബാങ്ക് നിഫ്റ്റി ശ്രമിക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ബാങ്ക് നിഫ്റ്റിക്ക് അത്രയ്ക്കുള്ളൊരു മൂവ്മെന്റ് വന്നു, ഇത് കയറി താഴേക്ക് ഇറങ്ങി, വീണ്ടും തിരിച്ച് കയറി ഇപ്പൊ അങ്ങനെ ആ ഒരു റേഞ്ച് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താണ് ബാങ്ക് നിഫ്റ്റി ഇപ്പം കൃത്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് ഒന്നും ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് പ്രതീക്ഷിക്കുന്നില്ല, അൺലെസ് ഓർ അൺടിൽ ഈ വരാൻ പോകുന്ന ശനിയാഴ്ച വരുന്ന HDFCയുടെ ICICI റിസൾട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആ ഒരു രീതിക്കുള്ള മൂവ്മെന്റ് ഒക്കെ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ എക്കണോമിക് കലണ്ടർ പ്രകാരം ഇന്ന് വേറെ വലിയ ന്യൂസ് ഒന്നും വൈകിട്ട് കാണുന്നില്ല. ഇന്ന് വൈകിട്ട് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. അത് ക്രൂഡിനെ എല്ലാത്തിനെയും കൃത്യമായ രീതിയിൽ ബാധിക്കുന്ന ഡേറ്റയാണ്. അപ്പം വൈകിട്ട് 6 മണിയാകുമ്പോൾ അമേരിക്കൻ മാർക്കറ്റിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. എന്നതിന് ശേഷം രാത്രി FOMCയുടെ മെമ്പർ ബൗമൻ 6:45 സ്പീക്ക് ചെയ്യുന്നു. അതിനുശേഷം ഫെഡറൽ വൈസ് ചെയർപേഴ്സണായ സൂപ്പർവിഷനായ ബാർ സ്പീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് നമ്മുടെ ക്രൂഡിനെയും വേൾഡ് മാർക്കറ്റിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിന്റെ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെന്റോ ഒക്കെ തരുന്ന ഒരു ന്യൂസ് ഒക്കെ ഇന്ന് വൈകിട്ട് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. അതൊന്ന് വാച്ച് ചെയ്ത് നിങ്ങൾ വ്യക്തമായിട്ട് വെക്കുകയാണെങ്കിൽ മാർക്കറ്റ് അതനുസരിച്ചുള്ള മൊമെന്റ് കൃത്യമായി തരും. സോ എല്ലാവരും വാച്ച് ചെയ്യുക. ഇപ്പൊ പലരും ഈ ഓർഡർ ഫ്ലോയും മാർക്കറ്റ് പ്രൊഫൈലും എങ്ങനെ കാണാമെന്നൊക്കെ ചോദിച്ച് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അവരോടെ പറയാണ്, ഞാനിപ്പോൾ ഇത് യൂസിക്കുന്ന ഗോ ചാർട്ടിംഗ് ആണ്. അപ്പോൾ ഗോ ചാർട്ടിങ്ങിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസിന്റെ ഓർഡർ ഫ്ലോയും എല്ലാം കൃത്യമായിട്ട് രീതിയിൽ വളരെ കിടിലമായ രീതിയിൽ കിട്ടുള്ളൂ. സോ അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ ഫ്രീ വേർഷനിൽ നമുക്ക് ഈ ഒരു ഡേറ്റ കിട്ടുള്ളൂ, ഓപ്ഷൻ ചാർട്ട് കിട്ടില്ല. സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് കിട്ടും, പക്ഷെ അതിന്റെ ഓർഡർ ഫ്ലോ ചാർട്ട് കിട്ടില്ല. സോ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോയും കാണണം, ലൈവ് മാർക്കറ്റിലെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിരിക്കും. ആ കൂപ്പൺ കോഡ് പ്രകാരം പുതിയ ഇമെയിൽ ID വെച്ച് നിങ്ങൾ ഇതുവരെ ഗോ ചാർട്ടിംഗ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പുതിയൊരു ഇമെയിൽ ID വെച്ച് ആ ഒരു കൂപ്പൺ കോഡും കൂടെ കൊടുത്ത് നിങ്ങൾ കയറുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഒരു 20% ഓഫർ കിട്ടുന്നതാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും എല്ലാം അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.